ഈ ഗോപാലകൃഷ്ണൻ ദേശീയ സത്യാഗ്രഹം ശരി നാഷണൽ മീഡിയ ഒക്കെ വന്നില്ലേ? അതിന് കടപ്പുറം വേണ്ടത് രാഹുൽ ഗാന്ധിക്ക് ഗോപാലകൃഷ്ണൻ ചായ വാങ്ങിച്ചു കൊടുക്കണ്ടാണ് ശരിക്കും. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് കോട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. വി ഗോപാലകൃഷ്ണൻ ഏത് കോൺടെസ്റ്റിലാണ്, കേരളത്തിലാണല്ലോ അദ്ദേഹം സംസാരിച്ചത്, ഏത് കോൺടെസ്റ്റിലാണ് സംസാരിച്ചത് എന്ന് അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിനെ മറ്റൊന്നും കോട്ട് ചെയ്യാനില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഹരിയാന മുഖ്യമന്ത്രി നടത്തിയ ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാമോ? പിന്നെ ജയിക്കാൻ അറിയാം, തോക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നതിന്? ഞങ്ങൾ ജയിക്കാൻ അറിയുന്നില്ല, ഞങ്ങൾക്ക് ജയിക്കാൻ, കേരളത്തിൽ ജയിക്കാൻ അറിയാലോ, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. ജയിക്കാൻ സംവിധാനം പാർട്ടിക്കുണ്ടല്ലോ, ജയിക്കാൻ സംവിധാനം പാർട്ടി മെഷീനറി അല്ലേ, ഞങ്ങൾ അത് ഉപയോഗിച്ചല്ലേ ജയിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആ കോൺടെസ്റ്റ് ഓർമ്മയുണ്ടല്ലോ, കേരളത്തിലെ ആൾക്കാർക്ക് അറിയാമല്ലോ, മറ്റുള്ളവർക്ക് പക്ഷേ അറിയണമെന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശം ഇന്ത്യ രാജ്യത്ത് ആർക്കും എവിടെയും ഉണ്ട് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്ത് എവിടെയുള്ള ആൾക്കാർക്കും എവിടെ വേണമെങ്കിലും വോട്ടർ പട്ടിക പേര് ചേർക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യപ്പെടുന്ന പ്രൂഫ് വേണമെന്നേ ഉള്ളൂ. അതുണ്ടെങ്കിൽ ആർക്കും എവിടെയും വോട്ട് ചേർക്കാം. അത് നിയമപ്രകാരം ഏത് കോടതി പോയാലും തള്ളാൻ സാധിക്കില്ല. ഇനി ഞാൻ ചോദിക്കുന്ന ഇത്തരം വിവാദങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അതെന്താ ഇവർ നിൽക്കാത്തത്? എന്തിനാ അതിൽ നിൽക്കുന്നത്? ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കോൺഗ്രസ് ഈ സമയത്ത് വളരെ സജീവമായി ഈ പ്രവർത്തനത്തിൽ ഇടപെട്ട് ഇറങ്ങി വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുകയല്ലേ വേണ്ടത്. ഇനി ഇപ്പോഴൊന്നും ചെയ്യാതെ മാറുന്നിട്ട് നാളെ തെരഞ്ഞെടുപ്പ് വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. ആകെയുള്ള പ്രശ്നം നിർണായക സന്ദർഭത്തിലെല്ലാം രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ലാത്തതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് എന്താ നടക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് പറയേണ്ടത് ഇത്തരം പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടാവണം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമാവും. ഉണ്ട് എന്നാണല്ലോ വീഡിയോ പറയുന്നത്. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാവും. പ്രത്യേകിച്ച് കേരളത്തിൽ CPM ബോധപൂർവ്വം ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നുണ്ട്. CPM ആണല്ലോ ഇതിൻ്റെ ഉസ്താദുമാർ, ഞങ്ങളാരുമല്ലല്ലോ. CPM-ഉം ലീഗുമാണ് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കുന്ന രണ്ട് പാർട്ടികൾ. ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ധാരാളം ഇത്തരം ക്രമക്കേടുകളുണ്ട്. CPM-ൻ്റെ ശക്തി കേന്ദ്രത്തിലുണ്ട്. അത് തിരുത്താനുള്ള സന്ദർഭമാണ്. അത് തിരുത്താനാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം. മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ ഇപ്പോൾ തന്നെ കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ടല്ലോ. ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വോട്ടർ പട്ടികയിലുണ്ടല്ലോ. എത്ര ബംഗാളികളാണ്? പെരുമ്പാവൂരിൽ ഒരു ബൂത്ത് മുഴുവൻ ബംഗാളികളാണ്. രാഹുൽ ഗാന്ധി എന്താ പെരുമ്പാവൂർ വന്നൊരു പത്രസമ്മേളനം നടന്നത്? പെരുമ്പാവൂരിൽ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തുന്നത് രാഹുൽ ഗാന്ധി 223 വോട്ടിൻ്റെ കണക്കിൽ ഇന്നലെ പറഞ്ഞാൽ ഞങ്ങൾ 350 വോട്ടിൻ്റെ കണക്കിൽ രാഹുൽ ഗാന്ധി കൊടുക്കാം. കേരളത്തിൽ വരാൻ പറയും. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറയും. KC വേണുഗോപാലോട് പറഞ്ഞാൽ മതിയല്ലോ. അതെല്ലാം പരിഹരിക്കാനാണ് തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടികയിൽ നടത്താൻ തീരുമാനിച്ചത്. അതിനോട് സഹകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യണം. റെസിഡൻഷ്യൽ പ്രൂഫുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് BLOമാർ സാക്ഷ്യപ്പെടുത്തണം. BLOമാർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ സാക്ഷ്യപ്പെടുത്തണം. അതിനേക്കാൾ വലിയ സുതാര്യത എന്താ ഉള്ളത്?